ഹലോ, നമുക്കിന്നൊരു ബൊഹോ ആർട്ട് ചെയ്താലോ? അപ്പോൾ അതിനായിട്ട് ഞാൻ സ്കെച്ച് ബുക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബ്രഷ് പെൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ദ കിഡ് വണ്ടർ വേ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്ന് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ബ്രഷ് പെൻസ് ആട്ടോ ഇത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്താണ്, പിന്നെ നല്ല ബ്രൈറ്റ് കളേഴ്സാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കുറേ സാധനങ്ങൾ നമുക്ക് ഗിഫ്റ്റായിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ബ്രഷ് പെൻസ്. അപ്പോൾ ഇത് അന്ന് തന്നെ എടുത്ത വീഡിയോ ആയിരുന്നു, പക്ഷെ അപ്ലോഡ് ചെയ്യുന്നത് ഇന്നന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കിതിൽ എല്ലാ കളേഴ്സും ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ആർട്ട് തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ ആദ്യമേ തന്നെ സ്കെച്ച് ബുക്കിലോട്ട് എല്ലാ കളേഴ്സും ഇതേ കണക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു അപാകത തോന്നി. അതുകൊണ്ട് നമ്മൾ ബൊഹോ ആർട്ടിൽ നിന്ന് ചെറുതായിട്ട് സെന്റാങ്കിൾ ആർട്ടിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ല വണ്ണമുള്ള ഒരു മാർക്കർ പെൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബോർഡർ പോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പെന്നുണ്ടല്ലോ, ബ്ലാക്ക് കളർ പെന്ന്, അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഷേപ്പിലോട്ട് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല സാറ്റിസ്ഫൈങ് ആട്ടോ. എന്തായാലും ചെയ്ത് നോക്കണം നിങ്ങൾ. അപ്പോൾ എല്ലാത്തിലോട്ടും ഞാൻ ഇതുപോലെ തന്നെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഫാമിലിയിൽ 500+ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. അപ്പോൾ ഇനിയും എന്നെ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. ഗിവ് അവേ ഉണ്ടാവും, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. അപ്പോൾ നമുക്ക് സെന്റാങ്കിൾ ആർട്ടിലോട്ട് തിരിച്ചു വരാം. ഇതിൻ്റെ പുറമേൽ ബ്ലാങ്ക് സ്പേസിൽ ഞാൻ ഇതുപോലെയൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വേറെ വീഡിയോസിലൊക്കെ ഇതുപോലെ കണ്ടിട്ടുണ്ടാവും. അത് കണ്ടിട്ട് തന്നെ ഞാനും ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സെന്റാങ്കിൾ ആർട്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പുറകിൽ നോക്കിയപ്പോൾ 3 ഡോട്ട്. അവിടെ എന്തെങ്കിലും ഒരു ആർട്ട് ചെയ്യണം. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക്